ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പുഴുങ്ങലരിൻ്റെ പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി വന്നിട്ട് ഞാൻ കാണിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിച്ച വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഈ ഒരു പൊടി ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണെന്ന് കുഴയ്ക്കുക, അതുപോലെ തന്നെ ഇതെങ്ങനെ ചുട്ടെടുക്കുക നോക്കട്ടോ. അപ്പം നമ്മളിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ. അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് പൊടി കൂട്ടി കുറച്ചൊക്കെ കൊടുക്കട്ടോ. ഇതിനിങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്ര ആൾക്കാർക്ക് വേണോ അത്രയും അളവിലെടുത്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഞാൻ പച്ചവെള്ളവും പിന്നെ പൊടിയുപ്പും കൂടി ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഇത് നല്ലോണം തരി ഉണ്ടെങ്കിലേ, നമ്മളിപ്പം പുട്ടിൻ്റെ ഒക്കെ ഒരു തരിയൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, വെറും തരിയാണെന്ന് വെച്ചാൽ ഇത് ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ മതി കേട്ടോ. അധികം തിളച്ച വെള്ളം വേണ്ട, എന്നാലും ഒരൊറ്റ ചൂടിൽ കുഴച്ചെടുത്താൽ മതി. അപ്പം ഇത് നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അധികം ചളി പോലെ ഉള്ളതെന്ന് വെച്ചാൽ ഇതെന്ത് പണി ചെയ്താൽ മതി എന്നാ, നമ്മളിപ്പോൾ ഇടിയപ്പത്തിൻ്റെ പാക്കറ്റ് പത്തിരിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുത്താൽ മതി. രേഷം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതാ ഞാനൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് നല്ലോണം ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 വലിയ ഉള്ളി ഇത് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു നാടൻ ടേസ്റ്റ് കിട്ടും കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുത്ത ഈ ഒരു സമയത്ത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. ഉള്ളി നല്ലോണം തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തക്കാളി നല്ലോണം തന്നെ വെന്തുടയും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ്. ഇത് നാടൻ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തന്നെ വെന്തുടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം തക്കാളി നല്ലോണം വെന്തുടഞ്ഞാലാണ് കേട്ടോ ടേസ്റ്റ് വരിക. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ്. ഇത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. കല്യാണ വീടുകളിലൊക്കെ ചെയ്യുന്ന ഗരം മസാലപ്പൊടിയാണ്. ആർക്കും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ. എല്ലാ മസാല കറികൾക്കും അതുപോലെ തന്നെ ബിരിയാണിക്കും മന്തിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ്. ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിൽ പൊടികളും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ചിക്കൻ മസാലപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടി നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. എവിടെ വേണമെങ്കിലും കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ 2 വാഴൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇതേപോലെ ഉരുളകളാക്കിയിട്ട് ഇതിൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഒരു പ്ലേറ്റോ എന്തെങ്കിലും ഒരു മൂടിയോ എടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വാഴയില വെക്കുന്ന സമയത്ത് ഇതേപോലെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. കല്ലിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഓരോ പത്തിരി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കല്ല് നല്ലോണം തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്ലിലേക്ക് നിങ്ങൾക്ക് എത്ര ഇടാൻ പറ്റുമോ അത്ര ഇട്ട് കൊടുക്കുക. അതിന് ശേഷം തിരിച്ചിട്ട് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം നല്ലോണം തന്നെ പൊങ്ങി വരും കേട്ടോ. കുറേ ഇങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ട് ഒന്ന് ആറിയെന്ന് തോന്നിയാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതിയേ. അപ്പം പെട്ടെന്ന് തന്നെ ബോൾ പോലെ പൊങ്ങി വരും. കണ്ടില്ലേ, പത്തിരി ഇതേപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പം ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി ഇറച്ചിക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ.